കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലൈ ദുബായ് പാക്കേജിൽ വിസിറ്റേഴ്സിൽ ഒരാൾ വന്നിരുന്നു. ഈ ഫ്ലൈ ദുബായ് പാക്കേജ് എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കുന്ന ഒരു പാക്കേജ് അല്ല കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി നോക്കുന്ന ആളുകൾ ദുബായിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട വിസ, അക്കോമഡേഷൻ, ഇന്റർവ്യൂ, ട്രെയിനിങ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാക്കേജാണ് ഫ്ലൈ ദുബായ് പാക്കേജ്. അങ്ങനെ ഒത്തിരി പേര് കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ദുബായിൽ വരികയും ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കഥ അതല്ല. ഈ വന്ന ആള് ചോദിച്ചത് അക്കോമഡേഷൻ നമ്മൾ കൊടുത്തപ്പോൾ സാധാരണ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 4 പേർക്കോ 6 പേർക്കുള്ള ഷെയറിംഗ് അക്കോമഡേഷൻ ആയിരിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചത് ഒരു 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് താമസിക്കാവുന്ന ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ദുബായിൽ ഷെയറിംഗ് അക്കോമഡേഷൻ, അതായത് 1-2 പേരുള്ള അക്കോമഡേഷന് വലിയൊരു കോസ്റ്റ് ആവും. എന്റെ ചോദ്യം അതല്ല. നമ്മൾ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ വരുന്നതിന്റെ കാര്യം എന്താണ്? ഇപ്പൊ എല്ലാവരും പറയുന്നത് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഇന്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ സുഹൃത്തിന്റെ നമ്പർ കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ പോരെ. ഇന്റർവ്യൂ കോൾ കിട്ടുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ. ശരിക്കും നിങ്ങൾ വിസിറ്റ് വിസയിലുള്ള ആൾക്കാർ ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്നത് റൂമിലിരിക്കാനല്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനും ആളുകളെ കാണാനും മീറ്റ് ചെയ്യാനും നെറ്റ്വർക്കിംഗ് ചെയ്യാനാണ്. അപ്പൊ നെറ്റ്വർക്കിംഗ് ചെയ്യാനും മീറ്റപ്പ് എന്നുള്ള സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഈവന്റ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും ജോലി കിട്ടുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ 90% ആളുകളും രാവിലെ വൈഫൈ ഓൺ ചെയ്ത് ഇൻഡീഡ്, നോക്കറി, ബെയ്ത്ത് എന്ന സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക മാത്രമാണ്. പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാവാം, അല്ലെങ്കിൽ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സജഷൻ എന്താ വെച്ചാൽ, എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വിസിറ്റേഴ്സുകാർ ഉറങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ കിടക്കുന്ന അക്കോമഡേഷൻ യൂസ് ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ പുറത്തിറങ്ങുക, മാൾസിൽ പോവുക, നെറ്റ്വർക്കിംഗ് ഈവൻസിൽ പങ്കെടുക്കുക, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെയാണ് ജോലി കിട്ടുന്നത്.